2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. 3 പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം LDF, UDF, BJP ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന നിരവധി സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ പലതരത്തിലുമുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നത്. ദേശീയ തലത്തിൽ നിന്നുള്ള സർവേ റിസൾട്ടുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ എന്ത് തരം അട്ടിമറിയാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്, സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, അതിൽ എന്ത് തരം അട്ടിമറികൾ സംഭവിക്കും, അതിൽ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് പാലക്കാടാണ്. പാലക്കാട് ഇത്തവണ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ വളരെ വലിയ തോതിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ പാലക്കാട് 2026 എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തന്നെയാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. അതിൽ പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നത്. പാലക്കാട്, ചിറ്റൂര്, നെന്മാറ, തരൂര്, മണ്ണാർക്കാട്, മലമ്പുഴ, ആലത്തൂർ, തൃത്തല, ഒറ്റപ്പാലം, പട്ടാമ്പി, അതോടൊപ്പം തന്നെ കോങ്ങാട്, ഷൊർണൂർ. ഈ 12 സ്ഥലങ്ങളിൽ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലങ്ങൾ പാലക്കാട് ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇതിൽ 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിൻ്റെ ഒരു തരംഗമായിരുന്നു പാലക്കാട് സംഭവിച്ചതെന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് LDF ഒട്ടുമിക്ക സീറ്റുകളും തൂത്തുവാരിയിരുന്നു എന്ന് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. UDFിനെ സംബന്ധിച്ചിടത്തോളം UDFിന് വളരെ വലിയ തോതിലുള്ള നേട്ടം പാലക്കാട് ഉണ്ടാക്കാൻ സാധിച്ചില്ലായിരുന്നു. 2 സീറ്റിൽ ഒതുങ്ങുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സീറ്റുകളും LDF തൂത്തുവാരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. BJP സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ ലഭിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ പാലക്കാട് 2ാം സ്ഥാനത്താണ് BJP എത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പല സ്ഥലങ്ങളിലും ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു BJP, LDF, UDF തമ്മിൽ നടന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് അനിവാര്യമാണ്. മലമ്പുഴ പോലുള്ള ഒരു സ്ഥലത്തും BJP സംബന്ധിച്ചിടത്തോളം 2021 2ാം സ്ഥാനത്തെത്തിയ ഒരു സ്ഥലം തന്നെയായിരുന്നു. 2026 ആവുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ തന്നെ എന്ത് തരം അട്ടിമറിയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ഓരോ സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കുമെന്നുള്ളത് വ്യക്തമാണ്. അതിൽ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ചിറ്റൂരാണ്. ചിറ്റൂര് നിലവിൽ LDFിൻ്റെ സീറ്റാണ്. അത് ഒരു ടൈറ്റ് ഫൈറ്റിൽ ഈ കാര്യങ്ങൾ പോകുമെന്നല്ല, പക്ഷേ അവിടെ ഒരു UDF LDF പോരാട്ടം നടക്കും. പക്ഷേ അവിടെ LDFിന് തന്നെയാണ് ഇപ്പോഴും മുൻതൂക്കം കാണുന്നത്. അവിടെ LDFിൻ്റെ വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. ഭൂരിപക്ഷം നന്നേ കുറയും ചിറ്റൂര് LDFിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പോൾ ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിന് കാണുന്നു. ഇനി നെന്മാറയിലേക്ക് വരുമ്പോഴത്തേക്കും LDF ആണ് നിലവിലുള്ളത്. അവിടെയും LDFിന് ഒരു നേരിയ തോതിലുള്ള മുൻതൂക്കം കാണുന്നുണ്ട്. അവിടെ UDF LDF പോരാട്ടമായിരിക്കും. പക്ഷേ LDFിന് വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. BJP വോട്ടുകൾ നിർണായകമാകും. തരൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ LDF ആണ് നിലവിൽ നിൽക്കുന്നത്. ആ സീറ്റ് LDF നിലനിർത്തുമോ ഇല്ലേ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അവിടെ BJP വോട്ടുകൾ നിർണായകമാകും. BJPക്ക് 18,000-ൽ കൂടുതൽ വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും അവിടെ ഒരു LDF UDF പോരാട്ടമാണെങ്കിലും BJP വോട്ടുകൾ നിർണായകമാകും. BJPക്ക് വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് തരൂർ. ഇനി മണ്ണാർക്കാടിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അത് UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി മലമ്പുഴയിലേക്ക് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഒരു തകിടം മറിച്ചിൽ കാണുന്നുണ്ട്. അവിടെ LDF BJP പോരാട്ടമാണ് കൂടുതലായി കാണുന്നത്. BJP 2ാം സ്ഥാനത്താണ്. അവിടെ തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം 50,000-ൽ കൂടുതൽ വോട്ടുണ്ട്. BJPക്ക് ടൈറ്റ് ഫൈറ്റ് ആയിട്ട് കാര്യങ്ങൾ മാറും. അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി നിർണയം അടിസ്ഥാനമാക്കിയായിരിക്കും വിജയപരാജയങ്ങളൊക്കെ തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. LDFിന് വോട്ട് കുറയും, BJPക്ക് വോട്ട് കൂടും, UDFിനും വോട്ട് കൂടും. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറും. ആലത്തൂരിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നിലവിൽ LDF ആണ്. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം. തൃത്താലയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. പക്ഷേ അത് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. ഒറ്റപ്പാലത്തിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പട്ടാമ്പിയിലേക്ക് വരുമ്പോഴത്തേക്കും അത് നിലവിൽ LDF സീറ്റാണ്. പക്ഷേ അത് UDFിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത കാണുന്നു. ഒരു 50-50 ചാൻസ് അവിടെ നിലനിൽക്കുന്നു. BJP വോട്ടുകൾ നിർണായകമായി അവിടെ മാറും. ഇനി കോങ്ങാടിലേക്ക് വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ് നിലവിൽ. അവിടെ LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. അവിടെ BJP വോട്ടുകൾ നിർണായകമാകും. 28,000-ൽ കൂടുതൽ വോട്ടുകൾ BJPക്ക് അവിടെ ഉണ്ട് എന്നുള്ളതും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കാം. ഇനി ഷൊർണൂരിലേക്ക് വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ്. അത് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നേരിയ തോതിലുള്ള മുൻതൂക്കം LDFിനെ കാണുന്നുണ്ട്.
ഇനി പാലക്കാടാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത്. പാലക്കാട്ട് ഒരു ത്രികോണ പോരാട്ടം നടക്കുന്നു. പക്ഷേ അവിടെ പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറുന്നു. UDFിൻ്റെ കൈവശമാണ് ഇപ്പോൾ ആ സീറ്റെങ്കിൽ പോലും UDFിന് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് 2026 കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് പാലക്കാട്. അവിടുത്തെ നിലവിലത്തെ സിറ്റുവേഷൻ അനുസരിച്ചാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥി നിർണയം UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള MLA അത് മാറ്റി പുതിയ ഒരാളെ അവിടെ കൊണ്ടുവരേണ്ടി വരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം LDFിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആരെയാണ് നിർത്താൻ പോകുന്നത്? എന്തായാലും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും വളരെ വലിയ തോതിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് നിലനിർത്തുന്ന ഒരു സ്ഥലമായിട്ട് പാലക്കാട് മാറിയിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു UDF BJP പോരാട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ UDF വോട്ടുകൾ കുറയാനായിട്ടുള്ള സാധ്യത വരുന്ന 2026 തിരഞ്ഞെടുപ്പിൽ കാണുന്നു. അവിടെ തീർച്ചയായിട്ടും ഒരു ത്രികോണ പോരാട്ടത്തിന് കളമൊരുങ്ങുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്ത് ഇഷ്യൂ എത്രത്തോളം അവിടെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. രാഹുലിനെ അവിടെ വീണ്ടും മത്സരിക്കുമോ എങ്കിൽ UDFിന് തിരിച്ചടിയായി മാറും. അതല്ല പുതിയൊരാളെ അവിടെ മത്സരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ എത്രത്തോളം ബലവത്താകും? BJP സംബന്ധിച്ചുള്ള ഏത് സ്ഥാനാർത്ഥി അവിടെ നിർത്തും? LDFിനെ സംബന്ധിച്ചുള്ള ഏത് സ്ഥാനാർത്ഥി അവിടെ നിർത്തും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള സ്ഥലമാണ്. BJPക്ക് അവിടെ വിജയസാധ്യത നിലനിൽക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ സാധിക്കും. UDF BJP ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും. അവിടെ LDFിന് വോട്ടുകൾ ഉയരാനായിട്ടുള്ള സാധ്യത കാണുന്നു. പക്ഷേ അവിടെ നിർണായകമായിട്ട് പ്രവചനാതീതമായി കാര്യങ്ങൾ മാറാൻ തന്നെയാണ് പാലക്കാട് സാധ്യത കൂടുതലായി കാണുന്നത്. ഇനി ടോട്ടൽ സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും 12 സീറ്റുകൾ 2026 കണക്ക് നോക്കുമ്പോഴത്തേക്കും LDFിന് സീറ്റുകൾ കുറയുമെന്നുള്ളത് വ്യക്തമാണ്. UDFിന് സീറ്റ് കൂടും. BJPക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന സീറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. 2 സീറ്റുകളിൽ BJPക്ക് വിജയസാധ്യത നിലനിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം. LDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും 3-4 സീറ്റുകൾ കുറയാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സീറ്റുകളിൽ നിന്നും മാക്സിമം 3 സീറ്റുകൾ കൂടി അധികമായി ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു. അതായത് LDFിന് 10 സീറ്റുകളാണ് നിലവിലുള്ളതെങ്കിൽ അത് 7-6 എത്തുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കാം. UDFിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 2 സീറ്റുകളാണെന്നുണ്ടെങ്കിൽ അത് 4-5 ഉയരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയേക്കാം. ഇനി BJP സംബന്ധിച്ചിടത്തോളം അവർക്കും 2 സീറ്റിൽ വിജയസാധ്യത നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആവും. പ്രവചനാതീതമായിട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. ഒരു സർവേ റിസൾട്ട് മാത്രമാണ്. റിയാലിറ്റി എന്താണെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. LDF കഴിഞ്ഞ തവണ നേടിയ അതേ രീതിയിലുള്ള ഒരു തരംഗം നിലനിർത്താനായിട്ട് ഇത്തവണ സാധിക്കുമോ? അതല്ല ഒരു തിരിച്ചടിയാണോ പാലക്കാട് ഉണ്ടാകാനായി പോകുന്നത്? UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവ് ഒരു തരംഗമായി മാറ്റാൻ സാധിക്കുമോ? അതല്ല സീറ്റ് മുന്നേറ്റമായിരിക്കുമോ അവർക്ക് അവിടെ ഉണ്ടാകാൻ പോകുന്നത്? BJP സംബന്ധിച്ചിടത്തോളം പാലക്കാട് പോലുള്ള ഒരു സ്ഥലത്ത് വിജയസാധ്യത നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് സീറ്റ് നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.